വലിയ ഒരു പ്ലോട്ട്. അതിന് നടുവിലായി ചരിഞ്ഞ മേൽക്കൂരയും വലിയ വരാന്തയും ചുറ്റോടു ചുറ്റും മുറ്റവുമൊക്കെയായി നിർമ്മിച്ച ഒരു വീട്. ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ വീട് നിർമ്മിച്ചിരുന്നത് ഇങ്ങനെയാണ്. കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്റ്റൈൽ വീടുകൾ എന്ന് നാം വിശേഷിപ്പിച്ചിരുന്നതും ഇത്തരം വീടുകളെയാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ വലിയ തൊടിയും പ്ലോട്ടുകളുമൊക്കെ ഉള്ളവർ ഇന്നും അത്തരം വീടുകൾ നിർമ്മിക്കാൻ താല്പര്യം കാട്ടാറുണ്ട്. വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കണ്ടെടുത്ത് അവതരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വീടാണ്. ചേർത്തലയ്ക്ക് സമീപമുള്ള തൃച്ചാറ്റുകുളം ഗ്രാമത്തിലെ വലിയൊരു തൊടിയിൽ നിർമ്മിച്ച ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വീട്. വിശാലമായ മുറ്റവും ഗാർഡനും വലിയ മുറികളുമൊക്കെയുള്ള ആ വീടിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഇതാ കാണും. ദോഹ ഖത്തറിൽ ഉദ്യോഗസ്ഥനായ ശ്രീ NR ജയൻ്റെയും ഭാര്യ ഗീതയുടേതുമാണ് ഈ വീട്. ട്രഡീഷണൽ സ്റ്റൈലിലുള്ളൊരു വീട് എന്നതായിരുന്നു ഈ വീട് നിർമ്മിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ ആഗ്രഹം. അതിനനുസരിച്ച് ഈ വീട് ഡിസൈൻ ചെയ്തത് കൊച്ചി കടവന്ത്രയിലെ RKV ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ചർ കൺസൾട്ടൻസിയിലെ ചീഫ് ആർക്കിടെക്ട് ശ്രീ രാജേഷ് KV ആണ്. ഈ വീടിൻ്റെ നിർമ്മാണ വിശേഷങ്ങളാണ് വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ്. ചേർത്തല തൃച്ചാട്ടുകുളത്തിന് സമീപം അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ ഒരു വീടാണിത്. 60 സെന്റോളം വലിപ്പമുള്ള വിശാലമായൊരു പുരയിടത്തിൽ കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അനുസരിച്ച് നിർമ്മിച്ച ഒരു വീട്. 4 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമാക്കിയാണ് 4000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ വീടിന്റെ നിർമ്മാണം. മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്ഡ് ഗാർഡന്റെ പശ്ചാത്തലത്തിലാണ് ഈ വീടിന്റെ നിർമ്മാണം. വീടിന് ചുറ്റുമായി വിശാലമായ മുറ്റവും ഒരുക്കിയിട്ടുണ്ട്. വലിയ കാർ പോർച്ച്, വീടിന്റെ മുൻവശമാകെ നീണ്ടുകിടക്കുന്ന വലിയ വരാന്ത, വരാന്തയുടെ ഒരു അരികിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത സിറ്റിംഗ് സ്പേസ്. ഈ വീടിന്റെ എക്സ്റ്റേണൽ ഫെസിലിറ്റീസ് ഇത്രയുമാണ്. വീടിന്റെ സെൻട്രലായി നൽകിയിരിക്കുന്ന എൻട്രി ഡോർ തുറന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ഉൾത്തളമാണ്. ഫോർമൽ ലിവിംഗ് ഏരിയ, ഫാമിലി സിറ്റിംഗ് സ്പേസ്, ലൈബ്രറി സ്പേസ്, ഡൈനിങ് ഏരിയ, സ്റ്റെയർകേസ് ഏരിയ എന്നിവയൊക്കെ ഉൾപ്പെട്ട വലിയൊരു ഉൾത്തളം. മെയിൻ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിവ സമന്വയിപ്പിച്ച ഈ വലിയ കിച്ചൺ, ഈ മാസ്റ്റർ ബെഡ്റൂം, ഈ പാരന്റ്സ് ബെഡ്റൂം, കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ഈ 2 കിടപ്പറകൾ എന്നിവ കൂടിയുണ്ട് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ. സ്റ്റെയർകേസ് കയറി മുകൾ നിലയിലെത്തുമ്പോൾ വിശാലമായ ഒരു ഹോം തിയേറ്റർ ഏരിയയുമുണ്ട്. ഇങ്ങനെ വലിയൊരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും 4000 സ്ക്വയർ ഫീറ്റിൽ ഒതുക്കി ഡിസൈൻ ചെയ്ത ആകർഷകമായൊരു വീട്. ദോഹ ഖത്തറിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശ്രീ NR ജയൻ, ഭാര്യ ഗീത എന്നിവരുടേതാണ് ഈ വീട്. മക്കളായ വിശ്വനാഥ്, ജഗന്നാഥ്, ഭാര്യ മാതാവ്, ആനന്ദം എന്നിവരുൾപ്പെട്ട 5 അംഗ കുടുംബത്തിന്റെ സൗകര്യങ്ങൾക്കനുസരിച്ചാണ് ശ്രീ NR ജയൻ ഈ വീട് നിർമ്മിച്ചത്. ഈ കുടുംബത്തിനായി കേരളത്തിന്റെ ട്രഡീഷണൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ ഈ വീട് രൂപകൽപ്പന ചെയ്തത് കൊച്ചി കടവന്ത്രയിലെ RKV ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ചർ കൺസൾട്ടൻസിയിലെ ചീഫ് ആർക്കിടെക്ട് ശ്രീ രാജേഷ് KV ആണ്. ദശാബ്ദങ്ങൾ പഴക്കമുള്ള വലിയൊരു തറവാട് വീട് നിലനിൽക്കുന്ന സ്ഥലത്ത് ആ തറവാട് വീട് പൊളിച്ചു മാറ്റിയാണ് ഈ വീടിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ വലിയൊരു തറവാട് വീടിന്റെ ഗാംഭീര്യം കൂടി നൽകിയാണ് ശ്രീ രാജേഷ് KV ഈ വീടിന്റെ രൂപകൽപ്പന ഒരുക്കിയത്. മിസ്റ്റർ ജയനും ഗീതയും ഈ വീടിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുന്ന സമയത്ത് അവരുടെ റിക്വയർമെൻറ്റ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. ഇവിടെ ഒരു തറവാട് നിലനിന്നിരുന്നു. ആ തറവാട് പൊളിച്ചതിന് ശേഷമാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ തറവാടും വളരെ സ്പേഷ്യസ് ആയിരുന്നതുകൊണ്ട് ആ സ്പേഷ്യസ്നെസ് പുതിയ വീടിനും ഫീൽ ചെയ്യണം എന്നുള്ളത് ഒരു
മെയിനായിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതനുസരിച്ചാണ് ഈ 4 ബെഡ്റൂം ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നിലനിർത്തി മുകളിലൊരു TV റൂം മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീട് പണിഞ്ഞിരിക്കുന്നത്. ട്രഡീഷണൽ കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് പ്രാധാന്യം നൽകി ഒരുക്കിയതാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ. കാണുക. 4000 സ്ക്വയർ ഫീറ്റ് വലിപ്പമേ ഉള്ളൂവെങ്കിലും അതിലും എത്രയോ അധികം വലിപ്പം ഫീൽ ചെയ്യും വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. 60 സെന്റ് വലിപ്പമുള്ള പ്ലോട്ടിൽ മുന്നിൽ വിശാലമായ മുറ്റത്തിനും ഗാർഡനും സ്പേസ് നൽകിയാണ് വീടിന്റെ പ്ലേസിംഗ്. പ്ലോട്ടിന്റെ വീതിപ്പാട് മുഴുക്കെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കും വിധത്തിലാണ് വീടിന്റെ ഡിസൈൻ. അതും ഈ വീടിന് നല്ല ഗാംഭീര്യം നൽകുന്നുണ്ട്. ശരിക്കും ഒരു കേരള സ്റ്റൈൽ വീടിന്റെ മനോഹാരിത കൂടി നൽകിയാണ് ആർക്കിടെക്ട് രാജേഷ് KV ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഒരുക്കിയത്. ഓടുമേഞ്ഞ സ്ലോപ്പിംഗ് റൂഫും വലിയ മുഖപ്പുകളും നീണ്ട മുൻവരാന്തയും ഒക്കെയുള്ള എക്സ്റ്റീരിയർ ഡിസൈൻ. ഇതിൻ്റെ എലിവേഷൻ കേരള സ്റ്റൈൽ റൂഫിംഗ് പാറ്റേൺ വേണമെന്ന് ക്ലയൻറ്റിന് റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇതിൻ്റെ എലിവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 60 സെൻറ്റ് വരുന്ന ഈ ഭൂമിയിൽ വീതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മുഖപ്പുകൾ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. രണ്ട് നിലയുടെ ഘടന, അതിന് നൽകിയ സ്ലോപ്പിംഗ് റൂഫിന് നൽകിയ ടൈൽസ്, ഈ വീടിന്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകുന്നത് ഈ റൂഫിംഗ് പാറ്റേൺ തന്നെയാണ്. കോൺക്രീറ്റ് സ്റ്റൈൽ റൂഫ് ഒരുക്കി അതിനുമേൽ ട്രസ് വർക്ക് നൽകിയാണ് ഈ ടൈൽസ് റൂഫ് ഒരുക്കിയത്. ഇതിൻ്റെ എലിവേഷൻ സ്ലോപ്പിംഗ് റൂഫിംഗ് ടൈപ്പ് ആണെങ്കിലും വളരെ കുറഞ്ഞ സ്ലോപ്പേ ഇതിന് നൽകിയിട്ടുള്ളൂ. അതും ട്രസ് വർക്ക് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ടൈലാണ് പാകിയിരിക്കുന്നത്. അതിനകത്ത് ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തതിനാൽ വളരെയധികം ചൂടും ഇതിന് കുറവായിട്ടുണ്ട്. ആ ഒരു പാറ്റേണിലാണ് എലിവേഷൻ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം നീണ്ട മുൻവരാന്തയാണ്. ഫ്രണ്ട് സൈഡ് മുഴുക്കെ നീളുന്ന വരാന്തയിലുടനീളമായി പില്ലറുകളും നൽകിയിട്ടുണ്ട്. അതും എക്സ്റ്റീരിയറിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഫ്രണ്ട് വശത്ത് തന്നെ നീളത്തിലുള്ള വരാന്ത വേണമെന്നും അതിന് പൂമുഖവും അതുമായിട്ട് കയറി വരുമ്പോൾ തന്നെ ആ വിശാലത ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കൺസെപ്റ്റായിരുന്നു ക്ലയൻറ്റിൻ്റെ ആവശ്യം. അതനുസരിച്ചാണ് ഇതിൻ്റെ എലിവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വീട് നിലകൊള്ളുന്ന 60 സെന്റിനെ കവർ ചെയ്ത് വലിയ കോമ്പൗണ്ട് വാൾ ഒരുക്കിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിന്റെ നടുവിലായി ഗേറ്റ് കടന്നാൽ പെവുമൻ ടൈൽസ് വിരിച്ച മുറ്റത്തിന് അതിരിടും വിധം ബഫല്ലോ ഗ്രാസ് പടർന്ന ലോൺ. വീടിന്റെ ഒരു അരികു ചേർന്നാണ് കാർപോർച്ചിനരികിൽ നിന്നോ വീടിന്റെ നേരെ മുന്നിൽ നിന്നോ വരാന്തയിലേക്ക് കയറാം. ആ വിധമാണ് രൂപകൽപ്പന. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വീടാണിത്. ഉച്ച പിന്നിടുമ്പോഴുള്ള തെക്ക് പടിഞ്ഞാറൻ വെയിലിനെ പൂർണ്ണമായി പ്രതിരോധിക്കാവുന്ന വിധത്തിൽ ഒരുക്കിയതാണ് ഈ വലിയ വരാന്തയും അതിന്റെ റൂഫും എത്ര വലിയ വേനലിൽ നിന്നും മഴയിൽ നിന്നും ഈ വീടിന്റെ മെയിൻ സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യും. അല്പം റഫ്നെസ് തോന്നിപ്പിക്കുന്ന ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് വരാന്തയിൽ നൽകിയിട്ടുള്ളത്. വരാന്തയുടെ ഒരു അരിക് ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇൻബിൽറ്റ് സീറ്റിംഗോട് കൂടിയ ഒരു സിറ്റ് ഔട്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വിശാലമായ വരാന്തയാണ്. അതിനോടൊപ്പം തന്നെ ഇരിക്കാൻ വേണ്ടി സജ്ജീകരിച്ച വരാന്തയുടെ ഒരു അറ്റത്ത് നൽകിയിരിക്കുന്ന വിശാലമായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഫ്രണ്ടിൽ നിന്നുള്ള പൂമുഖം, അതെല്ലാം കൂടി ചേർന്നതാണ് ഈ പടിഞ്ഞാറ് സൈഡിലോട്ട് ഫേസ് ചെയ്യുന്ന ഈ വീടിന് നൽകിയിരിക്കുന്നത്. അത് ഈ പടിഞ്ഞാറ് സൈഡിൽ വരാന്ത കൊടുത്തതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിൻഡോസിലൊന്നും തന്നെ ഒരു ചൂടോ അങ്ങനെയുള്ള ക്ലൈമറ്റിക്കൽ എഫക്റ്റ് ഉണ്ടാകാതിരിക്കാനാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ എക്സ്റ്റേണൽ ഫെസിലിറ്റികളാണ് നാം ഇതുവരെ കണ്ടത്. ഇനി ഈ വീടിന്റെ ഇന്റേണൽ കാഴ്ചകൾ. വരാന്തയുടെ മധ്യത്തിൽ നിന്നാണ് വീട്ടിലേക്കുള്ള എൻട്രി. ടീക്ക് വുഡിൽ തീർത്ത ആകർഷകമായ വാതിൽ തുറന്നാൽ മുന്നിൽ വിശാലമായ ഒരു ഉൾത്തളമായി 1000 സ്ക്വയർ ഫീറ്റിലേറെ വലിപ്പമുള്ള വിസ്തൃതിയാർന്ന ഒരു ഉൾത്തളം. ഈ ഉൾത്തളത്തിന്റെ ഒരു അരികിൽ 1 സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് ഫോമൽ ലിവിംഗ് സ്പേസ് ഒരുക്കിയത്. അതിനപ്പുറം ലൈബ്രറി സ്പേസും ഫാമിലി സിറ്റിംഗ് ഏരിയയും, മറ്റൊരു ഭാഗത്ത് ഫോമൽ ഡൈനിങ് ഏരിയ, പിന്നെ സ്റ്റെയർകേസിനുള്ള ഇടവും.
ക്ലയൻസിന്റെ ആവശ്യമനുസരിച്ചാണ് ഈ വിധം ഒരു ഉൾത്തളം ഒരുക്കിയത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം വളരെ സ്പേഷ്യസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ആയിരിക്കണം. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് റൂം, സെപ്പറേറ്റ് ആയിട്ടുള്ള ഡൈനിങ് റൂം, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലി ലിവിങ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാം കമ്പൈൻഡ് ആയിട്ട് ഒറ്റ ഒരു ഹാളായിട്ട് കയറി വരുമ്പോൾ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. അതനുസരിച്ചാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലതുവശത്തായാണ് ഇവിടുത്തെ ഫോമൽ ലിവിംഗ് സ്പേസ്. 1 സ്റ്റെപ്പ് ഡൗൺ ആയാണ് നിർമ്മാണം. ബ്ലാക്ക് കളർ സോഫ സെറ്റുകൾ കൊണ്ടുള്ള ഫർണിഷിംഗ്, TV കാണുവാനുള്ള അറേഞ്ച്മെന്റ്, കൗതുകം തോന്നിപ്പിക്കുന്ന ക്യൂരിയോസുകൾ, അങ്ങനെ ഭംഗിയാർന്ന സജ്ജീകരണങ്ങളാണ് ഈ ലിവിംഗ് സ്പേസിൽ. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലായി ഓപ്പൺ സ്റ്റൈലിൽ തന്നെ ഫാമിലി സിറ്റിംഗ് സ്പേസും നൽകിയിട്ടുണ്ട്. ബീൻ ബാഗുകളാണ് ഇരിപ്പിടങ്ങളായി ഒരുക്കിയത്. നല്ലൊരു ലൈബ്രറി ഷെൽഫുമുണ്ട് ഇവിടെ. ഈ ഉൾത്തളത്തിന്റെ മറ്റൊരു കോണിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ. ഓപ്പൺ ഡൈനിങ്, കിച്ചണുമായി പ്രോക്സിമിറ്റി നൽകി ഒരുക്കിയ കുലീനത്വം നിറഞ്ഞ ഒരു ഏരിയ. കിച്ചൺ, ഡൈനിങ് എന്നിവയെ ഇവിടെ വേർതിരിക്കുന്നത് ഒരു ക്രോക്കറി ഷെൽഫാണ്. ഈ ഷെൽഫിനുള്ളിലൂടെ ഫുഡ് സെർവ് ചെയ്യാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 2 അടുക്കളകൾ, മെയിൻ കിച്ചണും വർക്കിംഗ് കിച്ചണും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് വളരെ സ്പേഷ്യസ് ആയാണ് ഇവിടുത്തെ അടുക്കള ഒരുക്കിയിരിക്കുന്നത്. ഇനി അത് കാണാം. ഡൈനിങ് ഏരിയയോട് പ്രോക്സിമിറ്റി നൽകിയുള്ള കിച്ചൺ വളരെ വിശാലമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിൻ കിച്ചണും വർക്കിംഗ് കിച്ചണും കമ്പൈൻ ചെയ്തുള്ള ഘടന രണ്ടിനെയും വേർതിരിക്കുന്നത് ഫാമിലി ഡൈനിങ്ങിനായുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ടോപ്പാണ്. ഒരു ഫുള്ളി ലോഡഡ് കിച്ചൺ എന്ന നിലയിൽ ധാരാളം സ്റ്റോറേജ് ക്യാബിനുകളും മോഡേൺ കിച്ചൺ എക്യുപ്മെന്റുകളും ഒക്കെയായാണ് ഈ അടുക്കളയുടെ സജ്ജീകരണങ്ങൾ. ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. കിച്ചണും അതിനോട് ചേർന്നുള്ള വർക്ക് ഏരിയയും കമ്പൈൻഡായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന ഒരു കിച്ചണിൽ തന്നെ ആഹാരം കഴിക്കാനുള്ള ഒരു കിച്ചണേറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് ആഹാരം കൊടുക്കാനുള്ള പാൻട്രി സ്പേസും അതിനോട് ചേർന്നൊരു ക്രോക്കറി ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരു വളരെ വിശാലത തോന്നുന്ന ഒരു കിച്ചണാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാന സൗകര്യങ്ങളെല്ലാം ഒറ്റ നിലയിൽ തന്നെ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച ഒരു വീടാണ് ഇത്. അതിനാൽ 4 കിടപ്പറകൾ ഉള്ളതിൽ 4ഉം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഇനി അത് കാണാം. 4 കിടപ്പുമുറികളുള്ള വീട്, 4ഉം ഗ്രൗണ്ട് ഫ്ലോറിൽ. ഈ വീടിന്റെ സവിശേഷത അതാണ്. വിശാലമായ ഈ ഉൾത്തളത്തിന്റെ വശങ്ങൾ ചേർന്നാണ് കിടപ്പറകൾ 4ഉം ഒരുക്കിയത്. കിടപ്പറകളിൽ ഒന്ന് ഇതാണ്. സ്പേഷ്യസ് ആയ മുറി, 11 അടിയിലേറെ ഉയരം, വുഡൻ ഫ്ലോറിംഗ്, മനോഹരമായ ശയ്യാ സംവിധാനങ്ങൾ, അറ്റാച്ച്ഡ് ബാത്റൂം, റോളർ കർട്ടൻ. കിടപ്പറകൾ ഒരുക്കിയത് ഇങ്ങനെയാണ്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് 4 ബെഡ്റൂം ആയിരുന്നു. എല്ലാ ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരണമെന്നും ക്ലയൻറ്റ് നിർദ്ദേശം ഉണ്ടായിരുന്നു. എല്ലാ ബെഡ്റൂമും ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്പേസ് നല്ലപോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിലായിരിക്കണം ബാക്കിയുള്ള ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സും എന്നതായിരുന്നു റിക്വയർമെൻറ്റ്. എല്ലാ ബെഡ്റൂമിനും ക്രോസ് വെന്റിലേഷൻ വേണം. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിരിക്കണം. എല്ലാ ബെഡ്റൂമും നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോർ തന്നെയാണ്. AC ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് നിലനിൽക്കുന്നതിനും വുഡൻ ഫ്ലോർ സഹായിക്കും. സീലിങ്ങിനും നല്ല ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സീലിംഗ് 11 അടിയാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത്. ഈ ലൈബ്രറി സ്പേസിന് അപ്പുറത്തെ ഡോർ തുറന്നാൽ രണ്ടാമത്തെ കിടപ്പറയായി വുഡൻ ഫ്ലോറിംഗ്, ഭംഗിയാർന്ന ശയ്യാ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഈ കിടപ്പറയുടെയും പ്രത്യേകതയാണ്. സ്റ്റെയർകേസിനരികിലുള്ള ഈ വാതിലിനപ്പുറമാണ് മൂന്നാമത്തെ കിടപ്പറ. ഫർണിഷിംഗിന്റെ ചാരുത, വുഡൻ ഫ്ലോറിംഗ് എന്നിവയൊക്കെ ഈ കിടപ്പറയെയും സുന്ദരമാക്കുന്നു. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ കിടപ്പറ. ആകർഷണീയമായ സജ്ജീകരണങ്ങളാണ് ഇവിടെയും. ഒരു വീടിന് വേണ്ട പ്രധാന സൗകര്യങ്ങളൊക്കെയും ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകി നിർമ്മിച്ച വീടാണിത്. എങ്കിലും 2 നിലയായി തന്നെയാണ് ഇതിന്റെ രൂപകൽപ്പന. ഒരു ഹോം തിയേറ്റർ റൂം മാത്രമാണ് മുകൾ നിലയിൽ ഒരുക്കിയ സജ്ജീകരണം. നടുത്തളത്തിലെ ഈ ചുമരിനോട് ചേർന്നൊരുക്കിയ ഈ സ്റ്റെയർകേസ് വഴിയാണ്
മുകൾ നിലയിലേക്കുള്ള എൻട്രി. വളരെ ആകർഷകത്വമാർന്നതാണ് സ്റ്റെയർകേസിന്റെ രൂപകൽപ്പന. ഇതാണ് ഹോം തിയേറ്റർ ഏരിയ. വീട്ടുടമയായ ശ്രീ ജയൻ ഫാമിലി സഹിതം ഖത്തറിലായതിനാൽ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഹോം തിയേറ്ററായി ഇതൊരുക്കിയിട്ടില്ല. എങ്കിലും ആകർഷകത്വമാർന്നതാണ് ഈ മുറി. ഇന്നത്തെ കാലത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സജ്ജീകരണം കൂടി ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട്. എന്താണെന്നല്ലേ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റി. ഒരുപക്ഷെ കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ വെച്ച് ഏറ്റവും വലിയ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉള്ളതും ഈ വീടിനായിരിക്കും. 1.5 ലക്ഷം ലിറ്ററാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിന്റെ കപ്പാസിറ്റി. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിനുള്ള അതിവിപുലമായ സൗകര്യങ്ങൾ നൽകി ഡിസൈൻ ചെയ്ത ഒരു വീട് കൂടിയാണിത്. വിശാലമായൊരു കാർപോർച്ചിനടിയിൽ 1.5 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. സ്ലോപ്പിംഗ് സ്റ്റൈലിൽ നിർമ്മിച്ച ഈ റൂഫിൽ പതിക്കുന്ന മഴവെള്ളം പ്രത്യേക പൈപ്പുകൾ വഴി ടാങ്കിൽ ശേഖരിക്കും. പിന്നീട് ഫിൽട്ടറിംഗിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റൂഫിൽ പതിക്കുന്ന മുഴുവൻ മഴജലവും ഇവിടെ ശേഖരിക്കുന്നുണ്ട്. ഡ്രിങ്കിംഗ് വാട്ടറായി ഇവിടെ ഉപയോഗിക്കുന്നതും ആ മഴവെള്ളമാണ്. വീടിന്റെ മുൻഭാഗത്ത് കുടത്തിന്റെ ആകൃതിയിൽ കാണുന്ന ഈ സംവിധാനം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിനുള്ള പൈപ്പുകൾ കൺസീൽ ചെയ്തതാണ്. 1.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്ക് നിറഞ്ഞാൽ ഓവർഫ്ലോ ആകുന്ന ജലം ശേഖരിക്കുവാൻ നാച്ചുറൽ പൂളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത 1.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള റെയിൻ വാട്ടർ ടാങ്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ റൂഫിൽ നിന്ന് വരുന്ന എല്ലാ റെയിൻ വാട്ടറും കളക്ട് ചെയ്ത് ആ ടാങ്കിൽ വരികയും അതിന് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം പോകാൻ വേണ്ടി ഒരു നാച്ചുറലായിട്ടുള്ളൊരു പൂൾ ഉണ്ടായിരുന്നു. അതിനെ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഭംഗിപ്പെടുത്തി അതും ഉപയോഗപ്പെടുത്തുന്നു. ആധുനിക കാലത്തിന് യോജിക്കുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഹൗസ് ഈ വീടിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലുമായി ഈ വീടിനുള്ള സൗന്ദര്യവും സജ്ജീകരണങ്ങളും ഒട്ടേറെ ചലച്ചിത്ര പ്രവർത്തകരെ കൂടി ആകർഷിച്ചിട്ടുണ്ട്. അതിനാൽ നിരവധി സിനിമകളുടെയും പരസ്യചിത്രങ്ങളുടെയും ചിത്രീകരണവും ഇവിടെ നടക്കുന്നുണ്ട്.